ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ LGS നമ്മുടെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു മോക്ക് ടെസ്റ്റും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് കേട്ടോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം എത്രയാണ്? 1947 ജൂലൈ 22 ഉണ്ട്, 50 ജനുവരി 26 ഉണ്ട്, 50 ജനുവരി 24 ഉണ്ട്, 57 മാർച്ച് 22 ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ എ 1947 ജൂലൈ 22-നാണ് ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് കേട്ടോ. ഈ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ആരാണ് നമ്മുടെ ദേശീയ പതാകയുടെ ശില്പി എന്നുള്ളത്? ആരാണ്? പിംഗലി വെങ്കയ്യാണ് അല്ലേ? പിംഗലി വെങ്കയ്യാണ്. പിന്നെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം ഏത് സംസ്ഥാനത്തുള്ള ആളാണെന്ന്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ് പിംഗലി വെങ്കയ്യ. ഓർത്തിരിക്കുക കേട്ടോ. ദേശീയ പതാക ആരാണ് രൂപകൽപ്പന ചെയ്തത്? പിംഗലി വെങ്കയ്യാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ് കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ നിറം? പതാകയുടെ നിറങ്ങൾ എങ്ങനെയാണ്? മുകളിൽ ഏതാണ് ഫസ്റ്റ്? കുങ്കുമമാണ് അല്ലേ? മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള വരും, പിന്നെന്താണ്? താഴെ പച്ച അല്ലേ? നടുവിൽ വെള്ള വരും, താഴെ പച്ച. ഈ വെള്ളയിൽ എന്തുണ്ട്? അശോക ചക്രമുണ്ട് അല്ലേ? വെള്ളയിൽ അശോക ചക്രമുണ്ട്. നാവിക നീലയാണ് അതിൻ്റെ നിറം കേട്ടോ. നാവിക നീല. അതുപോലെ തന്നെ നമ്മുടെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര ചോദിക്കാറുണ്ട്. എത്രയാണ്? 24ആണ്. അശോക ചക്രത്തിൽ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24ആണ്. കുങ്കുമം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ധീരത, ത്യാഗം എന്നിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ധീരതയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നത് കുങ്കുമമാണ് കേട്ടോ. വെള്ള എന്തിനെ സൂചിപ്പിക്കുന്നു? സമാധാനത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. വെള്ള എന്തിനെ സൂചിപ്പിക്കുന്നു? സമാധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പച്ച എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഫലഭൂയിഷ്ഠത, അതുപോലെ തന്നെ സമൃദ്ധി. ഫലഭൂയിഷ്ഠത, അതുപോലെ തന്നെ സമൃദ്ധി എന്നിവയാണ് കേട്ടോ ഈ നിറങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. കുങ്കുമം എന്താണ്? ധീരത, ത്യാഗം. വെള്ളം എന്താണ്? സമാധാനം. പച്ച എന്തിനെ സൂചിപ്പിക്കുന്നു? ഫലഭൂയിഷ്ഠതയെയും സമൃദ്ധിയെയുമാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഈ നിറങ്ങൾക്കെല്ലാം ഈ ഓരോ നിർവചനം നൽകിയിരിക്കുന്നത് ആരാണെന്നറിയോ? ഓർമ്മ വരുന്നുണ്ടോ? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കേട്ടോ. ഇതിനെല്ലാം നിർവചനങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ ഓരോ കളറിനുമുള്ള നിർവചനങ്ങൾ കൊടുത്തത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കേട്ടോ. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പതാകയുടെ ആകൃതി എന്താണെന്നുള്ളത്. എന്താണത്? ദീർഘചതുരാകൃതിയാണ് കേട്ടോ. ദീർഘചതുരാകൃതിയാണ് നമ്മുടെ ദേശീയ പതാകയുടെ ആകൃതി എന്ന് പറയുന്നത്. 2-3 പ്രാവശ്യം റിപ്പീറ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നീളവും വീതിയും, നമ്മുടെ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണെന്നുള്ളത്. എത്രയാണ്? 3:2 ആണ് കേട്ടോ. നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് കേട്ടോ 3:2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ വേറൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. നമ്മുടെ ആദ്യ പതാകയായിട്ടുള്ള സ്വദേശി പതാക ഉയർത്തിയത് ആരാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ പതാകയായിട്ടുള്ള സ്വദേശി പതാക ഉയർത്തിയത് ആരാണ്? അത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് കേട്ടോ. സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഓർത്തിരിക്കണേ. നമ്മുടെ ആദ്യ പതാകയായിട്ടുള്ള സ്വദേശി പതാക ഉയർത്തിയത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ് കേട്ടോ. ആ സ്വദേശി പതാകയിൽ താമരകൾ ഉണ്ടായിരുന്നു. താമരകളുടെ എണ്ണം 8 ആണ് കേട്ടോ. 8 താമരകളാണ് ആദ്യത്തെ സ്വദേശി പതാകയിൽ ഉണ്ടായിരുന്നത്. അതാരാണ് ഉയർത്തിയത് ആദ്യമായിട്ട്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. പക്ഷേ ചോദ്യം വേറൊരു രീതിയിലും വരാം. അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിയത് ആരാണെന്ന്. അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി ഗാമയാണ് കേട്ടോ. മാഡം ഭിക്കാജി ഗാമയാണ് അന്തർദേശീയ തലത്തിൽ പതാക ആദ്യമായിട്ട് ഉയർത്തിയിരിക്കുന്നത് കേട്ടോ. അത് 1907-ലാണെന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി ഗാമിയാണ്. 1907-ലാണ്. ഇനി അതുപോലെ തന്നെ 1929-ലെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ആരാണെന്നും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1929-ലെ INC-യിലെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ട് ആരാണ്? ഓർമ്മ കിട്ടുന്നുണ്ടോ? ആ ഭാഗമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് 1929 കേട്ടോ നടന്ന INC സമ്മേളനം, ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് കേട്ടോ. ഇനി അറിഞ്ഞിരിക്കുക, നമ്മുടെ കർണാടകയിലെ ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘമാണ് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല എന്ന് പറയുന്നത് കേട്ടോ.
നമുക്ക് ഷോർട്ട് എഴുതാം. KKGSS എന്നാണ് കേട്ടോ അതിൻ്റെ ഷോർട്ട്. കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം എന്നുള്ളതാണ് കേട്ടോ. കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം കേട്ടോ. ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണശാലയാണ് കേട്ടോ അത്. KKGSS ആണ് ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണശാല എന്ന് പറയുന്നത് കേട്ടോ. അത് വന്ന വർഷം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. 1957 നവംബർ 1-നാണ് കേട്ടോ. 1957 നവംബർ 1-നാണ് KKGSS സ്ഥാപിതമായിട്ടുള്ളത്. എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഹൂബ്ലിയിലാണ് കേട്ടോ. ഹൂബ്ലിയിലാണ് KKGSS സ്ഥാപിച്ചത്. 1957 നവംബർ 1-ന് സ്ഥാപിച്ചത് എവിടെയാണ്? അത് ഹൂബ്ലിയിലാണ്. ഓർത്തിരിക്കുക. ഇനി ദേശീയ പതാകയ്ക്ക് വേണ്ടിയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ദേശീയ പതാകയ്ക്ക് വേണ്ടിയിട്ട് ഒരു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി പേരും കൂടെ അറിഞ്ഞിരിക്കണം. ഏതാണ്? അഡ്ഹോക്ക് കമ്മിറ്റിയാണ് കേട്ടോ. അഡ്ഹോക്ക് കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് കേട്ടോ. നമ്മുടെ ദേശീയ പതാകയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ. അത് കമ്മിറ്റിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അഡ്ഹോക്ക് കമ്മിറ്റി. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ദേശീയ പതാകയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അഡ്ഹോക്ക് കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യൻ പതാക നിയമം, ഫ്ലാഗ് കോഡ്, ഇന്ത്യൻ പതാക നിയമം എന്നാണ്? 2002 ജനുവരി 26-നാണ് കേട്ടോ. ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2022 ജനുവരി 26-നാണ് ഇന്ത്യൻ പതാക നിയമം വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഇന്ത്യൻ പതാക നിയമത്തിനെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് കേട്ടോ. ഫ്ലാഗ് കോഡിനെ 3 ഭാഗങ്ങളാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേൽ വരുന്നത് പൊതുവായിട്ടുള്ള വിവരങ്ങളാണ് കേട്ടോ. പൊതുവായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഒന്നാമത്തെ ഭാഗത്തിൽ വരുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പതാക പ്രദർശിപ്പിക്കുന്നതിനുള്ള ചട്ടങ്ങളാണ് വരുന്നത് കേട്ടോ. പ്രൈവറ്റും പിന്നെന്താണ് നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ എന്താണ് ഈ പതാക പ്രദർശിപ്പിക്കുന്നതിനുള്ള ചട്ടങ്ങളെക്കുറിച്ചാണ് ഈ 2-ൽ പറഞ്ഞിട്ടുള്ളത്. 3-ലാണെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ പതാക പ്രദർശിപ്പിക്കുന്നതിനുള്ള ചട്ടങ്ങളെക്കുറിച്ചാണ് 3-ൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് 3ഉം ഓർത്തിരിക്കുക കേട്ടോ. ചോദിച്ചിട്ടുണ്ട്. ആദ്യമൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പ്രിലിംസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് വിചാരിക്കാം കേട്ടോ. പേടിപ്പിക്കല്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നോക്കുക. നമുക്ക് 2025-ലെ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കുമ്പോൾ അറിയാം അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കുമ്പോൾ അറിയാം. ഒരുപാട് മുന്നത്തെ പ്രിലിംസ് ഒന്നും അല്ല ഇപ്പോൾ ചോദിക്കുന്നത്. മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലൊക്കെ തന്നെയാണ് ചില ക്വസ്റ്റ്യൻസ് എല്ലാം കയറി വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം തന്നെ പഠിച്ചു പോകാം കേട്ടോ. പണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ടല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം സിമ്പിളായിട്ടാണ് 1 വേർഡ് രൂപത്തിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മളിതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ 3 ഭാഗങ്ങളാക്കിയിട്ടാണ് ഇന്ത്യൻ പതാക നിയമത്തെ തിരിച്ചിട്ടുള്ളത് അല്ലേ? ഫ്ലാഗ് കോഡിനെ തിരിച്ചിട്ടുള്ള ഒന്നാമത്തെ ഭാഗത്തിൽ എന്താണ്? പൊതുവായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അടങ്ങിയിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗത്തിൽ എന്താണ്? പൊതു സ്വകാര്യ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പതാക പ്രദർശിപ്പിക്കുന്നതിനുള്ള ചട്ടങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. മൂന്നാമത്തെ ഭാഗത്തിലാണെങ്കിലോ സർക്കാർ സ്ഥാപനങ്ങൾ പതാക പ്രദർശിപ്പിക്കുന്നതിനുള്ള ചട്ടങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. പിന്നീട് ചോദിച്ചു കാണുന്നതാണ് നമ്മുടെ ദേശീയ പതാക അളവുകൾ എന്ന് പറയുന്നത് കേട്ടോ. 9 തരത്തിൽ വ്യത്യസ്ത അളവുകളാണ് ദേശീയ പതാക നിർമ്മിച്ചിട്ടുള്ളത്. 9 തരത്തിൽ വ്യത്യസ്ത അളവുകളിലായിട്ടാണ് ദേശീയ പതാക നിർമ്മിച്ചിരിക്കുന്നത്. അതിലേറ്റവും ചെറുത് ഏതാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ചെറുത് ഏതാണ്? അത് 150 മില്ലിമീറ്റർ 100 മീറ്ററാണ് കേട്ടോ. 100 മില്ലിമീറ്ററാണ്. ഏറ്റവും ചെറുത് ഏതാണ്? 150 മില്ലിമീറ്റർ 100 മില്ലിമീറ്ററാണ് ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പതാകയുടെ നീളവും വീതിയും തമ്മിൽ എങ്ങനെയാണ്? നീളം 150 മില്ലിമീറ്ററും വീതി എങ്ങനെയാണ്? 100 മില്ലിമീറ്ററുമാണ്. ഏറ്റവും ചെറുത് അടയാളമാണ് കേട്ടോ പറയുന്നത്. ഏറ്റവും ചെറിയ അളവാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് 6300 അതുപോലെ തന്നെ 4200 ആണ് കേട്ടോ. നീളവും വീതിയാണ് പറയുന്നത് കേട്ടോ. നീളം 6300 വീതി 4200. ഇതാണ് ഏറ്റവും വലിയ പതാകയുടെ അളവ് എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും ചെറുത് ഏതാണ്? 150 100 ഏറ്റവും വലുത് ഏതാണ്? 6300 4200 ആണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക VVIPകളുടെ വിമാനങ്ങളിലുള്ള പതാകയുടെ അളവ്
എത്രയാണ്? അത് 450 ഇൻറ്റു 300 കേട്ടോ. 450 ഇൻറ്റു 300. അതുപോലെ തന്നെ കാറുകളിൽ ഏതാണ് അളവ്? 225 ഇൻറ്റു 150 കേട്ടോ. നമ്മുടെ മേശപ്പുറത്ത് വെക്കുന്നത് ഏറ്റവും ചെറുതാണ്. 150 ഇൻറ്റു എത്രയാണ്? 100. ഈ അളവുകളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ അളവുകളെല്ലാം പഠിച്ചിട്ട് പോണേ. ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരാളെയും കൂടി അറിഞ്ഞിരിക്കണം. നവീൻ ജിൻഡാൽ ആരാണെന്ന് ഓർമ്മ വരുന്നുണ്ടോ? നവീൻ ജിൻഡാൽ ആരാണ്? നമ്മുടെ ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് കേട്ടോ. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്? നവീൻ ജിൻഡാൽ എന്ന് പറയുന്നത് കേട്ടോ. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ആരാണ്? നവീൻ ജിൻഡാൽ. അപ്പോൾ നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആ ഭാഗം ഒട്ടും ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി പറഞ്ഞേ, നമ്മുടെ ദേശീയ മുദ്ര അംഗീകരിച്ചത് എന്താണ്? 1950 ജനുവരി 26 എന്ത് വെക്കുന്നത്? നമ്മുടെ ദേശീയ മുദ്രയായിട്ടുള്ള സിംഹമുദ്ര അംഗീകരിക്കുന്നത് കേട്ടോ. സിംഹമുദ്ര അംഗീകരിക്കുന്നത് എന്നാണ്? 1950 ജനുവരി 26 പഠിച്ചിട്ട് പോവാട്ടോ. 1950 ജനുവരി 26 ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് അംഗീകരിക്കുന്നത്? ദേശീയ ചിഹ്നമായിട്ടുള്ള സിംഹമുദ്ര അംഗീകരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ചോദിക്കാറുണ്ട്, ഡിഗ്രി ലെവലിൽ വരെ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഏതൊക്കെയാണ്? സിംഹമുണ്ട്, പിന്നെ കാള, കുതിര, ആന. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളെയാണ് നമുക്ക് സിംഹമുദ്രയിൽ കാണാൻ കഴിയുക കേട്ടോ. സിംഹമുദ്രയിൽ ഏതൊക്കെയാണുള്ളത്? സിംഹം, കാള, കുതിര, ആന. പഠിച്ചിട്ട് പോണേ. ഇനി ആരാണ് നമ്മുടെ ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത്? ദീനാനാഥ് ഭാർഗവയാണ് കേട്ടോ. ദീനാനാഥ് ഭാർഗവയാണ് നമ്മുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഓർത്തിരിക്കുക കേട്ടോ. ദേശീയ ചിഹ്നം ആരാണ് രൂപകൽപ്പന ചെയ്തത്? ദീനാനാഥ് ഭാർഗവയാണ്. കൂട്ടത്തിൽ ഓർത്തിരിക്കുക, ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നം ഏതായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഏതാണ്? സ്റ്റാർ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. സ്റ്റാർ ഓഫ് ഇന്ത്യ ആണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത്. ഏതാണ്? സ്റ്റാർ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ നമ്മുടെ ഈ ദേശീയ ചിഹ്നത്തിൻ്റെയൊക്കെ ദുരുപയോഗം നിരോധിച്ചു കൊണ്ടിട്ട് ഒരു 2005 ഒരു നിയമം വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. 2005 നമ്മുടെ ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാണ് ദേശീയ ചിഹ്നം അംഗീകരിച്ചിരിക്കുന്നത്? 1950 ജനുവരി 26 അല്ലേ? ഏതൊക്കെ ആനിമൽസ് ആണുള്ളത് സിംഹമുദ്രയിലുള്ളത്? മൃഗങ്ങൾ, സിംഹം, കാള, കുതിര, ആന എന്നിവരാണ് കേട്ടോ മൃഗങ്ങളായിട്ട് അതിലുള്ളത്. ആലേഖനം ചെയ്തിരിക്കുന്നത് ആരെയാണ് രൂപകൽപ്പന ചെയ്തത്? ദീനാനാഥ് ഭാർഗവയാണ് കേട്ടോ. ദീനാനാഥ് ഭാർഗവയാണ്. അതേപോലെ തന്നെ സ്റ്റാർ ഓഫ് ഇന്ത്യ നമ്മൾ ഓർത്തിരിക്കണം. ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നമാണ് സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 1950 ജനുവരി 24 പ്രത്യേകത എന്താണ്? 1950 ജനുവരി 24 പ്രത്യേകത എന്താണ്? അതെ, നമ്മുടെ ദേശീയ ഗാനം, ഗീതം എന്നിവ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു അല്ലേ? ദേശീയ ഗാനം, ഗീതം എന്നിവ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 കേട്ടോ. ഗീതവും ഗാനവും. ആരാണ് ദേശീയ ഗീതം എഴുതിയിരിക്കുന്നത്? രവീന്ദ്രനാഥ ടാഗോറാണ്. സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോറാണ് ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? ദേശീയ ഗാനം ആരാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? രവീന്ദ്രനാഥ ടാഗോറാണ്. ആരാണ് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂറാണ് കേട്ടോ. രാം സിംഗ് താക്കൂറാണ് സംഗീതം, നമ്മുടെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ്? രാം സിംഗ് താക്കൂറാണ്. അത് ആരാണ് എഴുതിയിരിക്കുന്നത്? രവീന്ദ്രനാഥ ടാഗോറാണ്. സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂറാണ്. അതുപോലെ തന്നെ ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം രാഗത്തിലാണ് നമ്മുടെ ഈ ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മറന്നുപോകല്ലേ. ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ചോദിച്ചാൽ ഏതാണ് ഭാഷ? ബംഗാളി. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ബംഗാളി ഭാഷയിലാണ് രവീന്ദ്രനാഥ ടാഗോർ ദേശീയഗാനം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്?
52 സെക്കൻഡാണ്. എല്ലാ പ്രിലിംസിന് മാത്രമല്ല എല്ലാത്തിലും വരാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. 52 സെക്കൻഡാണ് അല്ലേ നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. ഇനി അതുപോലെ തന്നെ ചോദിക്കാറുണ്ട്, ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് എന്നാണ്? 1911 ആദ്യമായിട്ട് നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നത് കേട്ടോ. അത് INCയുടെ കൊൽക്കത്ത സമ്മേളനത്തിലായിരുന്നു. അധ്യക്ഷനെ ചോദിക്കാറുണ്ട്, അതാരായിരുന്നു? BN ദർ ആയിരുന്നു കേട്ടോ. BN ദർ ആയിരുന്നു 1911 എന്താണ് INCയുടെ കൊൽക്കത്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ. ആ സമ്മേളനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് ആലപിച്ച ആളെയും ചോദിച്ചിട്ടുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ സരളാദേവി ചൗധുരാണിയാണ് കേട്ടോ. സരളാദേവി ചൗധുരാണിയാണ് ആദ്യമായിട്ട് നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. INC സമ്മേളനത്തിൽ ആദ്യമായിട്ട് ആലപിക്കുന്നത് ആരാണ്? സരളാദേവി ചൗധുരാണിയാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സ്ഥലം എവിടെയാണെന്ന്. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലുള്ള മദനപ്പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലുള്ള മദനപ്പള്ളിയിൽ വെച്ചിട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഹിന്ദി ഉറുദു നമ്മുടെ ജനഗണമന ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും തർജ്ജമ ചെയ്തിട്ടുള്ളത് അതാരാണ്? ആബിദ് അലിയാണ് കേട്ടോ. ആബിദ് അലിയാണ്, ഒന്ന് ഓർത്തിരിക്കണേ. ആബിദ് അലിയാണ്. ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും തർജ്ജമ ചെയ്തിരിക്കുന്ന ആരാണ്? ആബിദ് അലിയാണ്. അപ്പോൾ ദേശീയ ഗാനം സെറ്റല്ലേ? അംഗീകരിച്ചതെന്നാണ് 1950 ജനുവരി 24 അല്ലേ? ആരാണ് എഴുതിയത്? ബംഗാളി ഭാഷയിൽ രവീന്ദ്രനാഥ ടാഗോറാണ് എഴുതിയിരിക്കുന്നത്. ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം രാഗത്തിൽ ആരാണ് സംഗീതം നൽകിയത്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂറാണ് സംഗീതം നൽകിയിരിക്കുന്നത്. എത്ര സമയം വേണം? 52 സെക്കൻഡാണ് ഇത് ആലപിക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു കഥ പോലെ നമുക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഇനി പറയൂ, ആരാണ് നമ്മുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? വേഗം ഓർത്തേ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അല്ലേ? കിട്ടിയല്ലോ അല്ലേ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് നമ്മുടെ ഗീതം രചിച്ചിരിക്കുന്നത് അല്ലേ? ഇനി ആരാണ് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത്? ആരാണ്? ജദുനാഥ് ഭട്ടാചാര്യയാണ് കേട്ടോ. ജദുനാഥ് ഭട്ടാചാര്യയാണ് ദേശീയ ഗീതത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് കേട്ടോ. ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് ഈ ദേശീയ ഗീതം എടുത്തിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഏതാണത്? ആനന്ദമഠം. ഈ കൃതിയിൽ നിന്നാണ് എന്തെടുത്തിരിക്കുന്നത്? ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ 1917 ഗാനം ആലപിച്ചതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ഗീതം ആലപിച്ചിരിക്കുന്നത് എന്നാണ്? അത് 1876 1876 കൊൽക്കത്തയിൽ തന്നെ INC സമ്മേളനത്തിലായിരുന്നു. ഈ ആരുടെ അധ്യക്ഷതയിലും ചോദിക്കാറുണ്ട്? റഹ്മത്തുള്ള സയാനിയുടെ കേട്ടോ. റഹ്മത്തുള്ള സയാനി അധ്യക്ഷതയിലായിരുന്ന INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് 1876 ആദ്യമായിട്ട് ദേശീയ ഗീതം ആലപിക്കുന്നത് കേട്ടോ. ആരാണ് ആലപിച്ചതെന്ന് ചോദിച്ചാൽ അതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു കേട്ടോ. രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായിട്ട് ദേശീയ ഗീതം ആലപിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ സമയം നമ്മൾ അറിഞ്ഞിരിക്കണം. എത്രയാണ്? 65 സെക്കൻഡാണ്. 65 സെക്കൻഡാണ് കേട്ടോ. ഓർത്തിരിക്കണേ. മറ്റേത് 52 സെക്കൻഡാണ്, ഇത് 65 സെക്കൻഡാണ് വേണ്ടത്. ഇനി എന്താണ് കലണ്ടർ അംഗീകരിച്ചത്? 57 മാർച്ച് 22 കലണ്ടർ അംഗീകരിച്ചു. 57 മാർച്ച് 22 1957 മാർച്ച് 22 കലണ്ടർ എന്ത് ചെയ്തു? ശകവർഷം അല്ലേ? ദേശീയ കലണ്ടറായിട്ടുള്ള ശകവർഷം അംഗീകരിച്ചു 1957 മാർച്ച് 22. ദേശീയ ജലജീവി ഏതാണ്? ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ് അല്ലേ? ഗംഗാ ഡോൾഫിനാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം ചോദിക്കാറുണ്ട്. പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക എന്നുള്ളതാണ് കേട്ടോ. പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക ചോദിക്കാറുണ്ട് കേട്ടോ. ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക എന്നുള്ളതാണ് കേട്ടോ. ഏതാണ് വർഷം എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക. 2009 കേട്ടോ. 2009 ദേശീയ ജലജീവിനെ അംഗീകരിക്കുന്നത്. 2009 കേട്ടോ. ഏതാണ് ദേശീയ ജലജീവി? ഗംഗാ ഡോൾഫിനാണ്. ശാസ്ത്രീയ നാമം എന്താണ്? പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്കയാണ്. ഇനി ദേശീയ പക്ഷി ഏതാണ്? അത്
മയിലാണ് അല്ലേ. 1963 അംഗീകരിക്കുന്നത്. 1963. എന്താണ് മയിലിൻ്റെ ശാസ്ത്രീയ നാമം? പാവോ ക്രിസ്റ്റാറ്റസ് ആണ് കേട്ടോ. പാവോ ക്രിസ്റ്റാറ്റസ് ആണ്. ദേശീയ പക്ഷി ഏതാണ്? മയിലാണ്. 1963 അംഗീകരിക്കുന്നത്. പാവോ ക്രിസ്റ്റാറ്റസ് ആണ് മയിലിൻ്റെ ശാസ്ത്രീയ നാമം. ഇനി ഏതാണ് മൃഗം? കടുവയാണ് അല്ലേ. കടുവ എന്താണ് അംഗീകരിക്കുന്നത്? 1972. ഇനി കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാന്തേറ ടൈഗ്രിസ്. പാന്തേറ ടൈഗ്രിസ് ആണ് കേട്ടോ. പാന്തേറ ടൈഗ്രിസ് ആണ് കടുവയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നമ്മുടെ ദേശീയ പൈതൃക ജീവി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ആന. എന്നാണ് അംഗീകരിച്ചത്? 2010 കേട്ടോ. ഇനി ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നുള്ളതാണ് കേട്ടോ. മാക്സിമസ് ഇൻഡിക്കസ് എന്നുള്ളതാണ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ് ആനയുടെ ശാസ്ത്രീയ നാമം കേട്ടോ. 2010 ആനയെ ദേശീയ പൈതൃക ജീവിയായിട്ട് അംഗീകരിക്കുന്നത്. ഇനി ഔദ്യോഗിക ഭാഷയും കൂടെ അറിഞ്ഞിരുന്നാലോ? എന്താണ്? 1949 സെപ്റ്റംബർ 14. 1949 സെപ്റ്റംബർ 14 ദേശീയ ഭാഷ ഹിന്ദിയായിട്ട് അംഗീകരിക്കുന്നത് അല്ലേ. അപ്പോൾ ദേശീയ ഗാനവും ഗീതവും പിന്നെന്താണ് നമ്മുടെ പതാകയും ഒക്കെ ഏകദേശം ഒന്ന് സെറ്റായില്ലേ? ആ ഭാഗം ചെറുതായിട്ടൊന്നും ഓർമ്മ വന്നില്ലേ? ബാക്കി നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് കവർ ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദിയാണോ? ബ്രഹ്മപുത്രയാണോ? ദാമോദറാണോ? കോസിയാണോ? ഏതാണ് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി കോസിയാണ്. ബീഹാറിൻ്റെ ദുഃഖം ഏതാണ്? കോസിയാണ്. നോക്കൂ, ബ്രഹ്മപുത്ര എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്? അസാമിൻ്റെ ദുഃഖം. അതുപോലെ തന്നെ എങ്ങനെ അറിയപ്പെടുന്നു? ചുവന്ന നദി അല്ലേ. ബ്രഹ്മപുത്ര എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്? അസാമിൻ്റെ ദുഃഖം, ചുവന്ന നദി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏത് നദിയാണ്? ബ്രഹ്മപുത്രയാണ്. ഓർത്തിരിക്കുക കേട്ടോ. അസാമിൻ്റെ ദുഃഖം, ചുവന്ന നദി, ബ്രഹ്മപുത്ര. എവിടെ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്? അത് ചെമയുങ്തുങ് ഹിമാനി എന്നാണ് കേട്ടോ. ചെമയുങ്തുങ് ഹിമാനി എന്നാണ് കേട്ടോ. ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനി എന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അസാമിൻ്റെ ദുഃഖം, ചുവന്ന നദി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മപുത്രയാണ്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ചെമയുങ്തുങ് ഹിമാനി എന്നാണ്. എന്നാ പറയൂ, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? മഹാനദിയാണ് കേട്ടോ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? മഹാനദി. മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? സിഹാവ മലനിരകളിൽ നിന്നാണ് കേട്ടോ. സിഹാവ മലനിരകൾ, ഛത്തീസ്ഗഡിലുള്ള സിഹാവ മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത് കേട്ടോ. മഹാസിഹ കേട്ടോ. മഹാനദി ഉത്ഭവിക്കുന്നത് സിഹാവ മലനിരകളിൽ നിന്നാണ് കേട്ടോ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? മഹാനദിയാണ് കേട്ടോ. ഒഡീഷയുടെ ദുഃഖം. അതേപോലെ ജൈവ മരുഭൂമി, ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ജൈവ മരുഭൂമി, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ജൈവ മരുഭൂമി, ബംഗാളിൻ്റെ ദുഃഖം, ബംഗാൾ സോറോ ഏതാണ്? ദാമോദറാണ് അല്ലേ. ജൈവ മരുഭൂമി, ബംഗാളിൻ്റെ സോറോ എന്നറിയപ്പെടുന്നത് ഏതാണ്? ദാമോദറാണ്. ജൈവ മരുഭൂമി, ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ദാമോദറാണ്. മറന്നു പോകരുത് കേട്ടോ. ഇനി അടുത്തതാണ്, ഇതിൻ്റെ കൂടെ തന്നെ ഓർത്തിരിക്കുക, അർദ്ധഗംഗ, അതുപോലെ തന്നെ തെലുങ്ക് ഗംഗ, പാതാള ഗംഗ എന്നീ പേരുകളിൽ കൂടെ അറിയപ്പെടുന്നത് ഏതാണ്? കൃഷ്ണയാണ്. കൃഷ്ണ എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്? അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ, പാതാള ഗംഗ. കൃഷ്ണ പാതാളത്തിൽ പോയിട്ട് അർദ്ധമായിട്ട് തെലുങ്ക് പഠിച്ചു എന്ന് ആലോചിച്ചാൽ മതി. കൃഷ്ണ പാതാളത്തിൽ പോയിട്ട് അർദ്ധമായിട്ട് തെലുങ്ക് പഠിച്ചു. അപ്പോൾ എല്ലാം കിട്ടിയില്ലേ? കൃഷ്ണ, അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ, പാതാള ഗംഗ. എന്നാൽ കൃഷ്ണ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അതിനൊരു കോഡുണ്ട്. കൃഷ്ണൻ മഹാബലവാനാണെന്ന് ആലോചിച്ചാൽ മതി. എവിടെ നിന്നാണ്? മഹാബലേശ്വർ കുന്നാണ് അല്ലേ. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ ഉത്ഭവിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്താണ്? മഹാബലവാനാണ്. അവിടെ കിട്ടിയില്ലേ? ഇനി അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് വൃദ്ധഗംഗ. ഏതാണ് വൃദ്ധഗംഗ? വൃദ്ധഗംഗ ഏതാണ്? ഗോദാവരി. വൃദ്ധഗംഗ ഏതാണ്? ഗോദാവരി. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ത്രയംബക് കുന്നാണ് കേട്ടോ. ത്രയംബക് കുന്നാണ്.
ഗോദാവരി ഉത്ഭവിക്കുന്നത് കേട്ടോ. മൃദുഗംഗ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗോദാവരിയാണ്. ത്രയംബക കുന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്, അറിഞ്ഞിരിക്കുക കേട്ടോ. എന്നാ പറയാണ് സിക്കിമിൻ്റെ ജീവരേഖ. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? ഏതാണ്? ടീസ്റ്റയാണ് സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി കേട്ടോ. അപ്പോൾ ഇതുവരെ ഓക്കെ അല്ലേ? അസാമിൻ്റെ ദുഃഖം ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? ബ്രഹ്മപുത്ര നദിയാണ്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ചെമയുങ്തുങ് ഹിമാനി എന്നാണ് കേട്ടോ, ടിബറ്റിലെ. അതുപോലെ തന്നെ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? അത് സിഹാവ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാനദിയാണ് കേട്ടോ. അതുപോലെ തന്നെ ദാമോദർ എങ്ങനെയെല്ലാം അറിയപ്പെടുന്നു? ജൈവ മരുഭൂമി അല്ലെങ്കിൽ എന്താണ്? ബംഗാളിൻ്റെ ദുഃഖം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇനി അർദ്ധഗംഗ അറിയാലോ. കൃഷ്ണൻ എന്ത് ചെയ്തു? പാതാളത്തിൽ പോയിട്ട് അർദ്ധമായിട്ട് തെലുങ്ക് പഠിച്ചു. പിന്നെന്താണ്? കൃഷ്ണൻ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? കൃഷ്ണൻ മഹാബലവാനാണ് അല്ലേ? മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. ഇനി ഗോദാവരി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നതാണ് ഗോദാവരി അല്ലേ? ഗോദാവരി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ത്രയംബക കുന്നാണ് കേട്ടോ. സിക്കിമിൻ്റെ ജീവരേഖ ഏതാണ്? അത് ടീസ്റ്റയാണ്. ഇനി മധ്യപ്രദേശിൻ്റെ ജീവരേഖ ഏതാണ്? മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി അത് നർമ്മദയാണ് കേട്ടോ. നർമ്മദ. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നർമ്മദ. നർമ്മദ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അമർകണ്ടക കുന്നിൽ നിന്നാണ് കേട്ടോ. അമർകണ്ടക കുന്നുകൾ അല്ലെങ്കിൽ മൈക്കല നിരകൾ എന്ന് പറയട്ടോ, അതിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത് കേട്ടോ. ഇത്രയും ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ നമ്മളിതിൻ്റെ കൂടെ തന്നെ ഓർത്തിരിക്കണേ, ഈ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. പോഷക നദികൾ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ആയിരിക്കും ചോദിക്കേണ്ടാവുക. നമുക്ക് നോക്കാം. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ടീസ്റ്റ, പിന്നെ ഏതാണ്? ലോഹിത്, പിന്നെ ഏതാണ്? മനാസ്, സുബൻസിരി. ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതൊക്കെ തന്നെ കാണാറുള്ളൂ. സുബൻസിരി. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ടീസ്റ്റ, ലോഹിത്ത്, മനാസ്, സുബൻസിരി. ടീസ്റ്റ, ലോഹിത്ത്, മനാസ്, സുബൻസിരിയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം മഹാനദിയുടെ പോഷക നദികളും കൂടെ നോക്കാം. ഏതൊക്കെയാണ്? ഇബ്, ടെല്ല് സ്ഥിരമായിട്ട് വരുന്നതാണ് അല്ലേ? ഇബും ടെല്ലും. പിന്നെ ഏതാണ്? ഷിയോനാഥ് ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയിലെ ഷിയോനാഥ്. മഹാനദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്, ടെല്ല്, ഷിയോനാഥ്. മറന്നു പോകരുതേ. ഇനി അതുപോലെ തന്നെ കൃഷ്ണ നദിയുടെ പോഷക നദി ഏതൊക്കെയാണ്? ഭീമ, തുംഗഭദ്ര, പിന്നെ ഏതാണ്? കൊയ്ന, മുസി. ഇത്രയും ഏതിൻ്റെയാണ്? കൃഷ്ണയുടെ പോഷക നദികളാണ് കേട്ടോ. ഭീമ, തുംഗഭദ്ര, കൊയ്ന, മുസി. ഇത്രയും എന്താണ്? കൃഷ്ണയുടെ പോഷക നദികളാണ്. ഇനി അതുപോലെ തന്നെ ഗോദാവരിയുടെ പോഷക നദികൾ. ഗോദാവരി ഏതൊക്കെയാണ്? ശബരി, പെൻഗംഗ, പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രാവതി. ഇത്രയും പഠിച്ചിരിക്കുക കേട്ടോ. ശബരി, പെൻഗംഗ, ഇന്ദ്രാവതിയൊക്കെ ഏതിൻ്റെയാണ്? ഗോദാവരിയുടെ പോഷക നദികളാണ് കേട്ടോ. SCERTയിൽ ഇത്രയൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. ഗോദാവരിയുടെ പോഷക നദികളാണ് ശബരി, പെൻഗംഗ, ഇന്ദ്രാവതി. ഇനി നർമ്മദയുടെ പോഷക നദികളും കൂടെ നോക്കിയാലോ. നർമ്മദ ഏതൊക്കെയാണ്? ബെഞ്ചാർ, ഹിരൺ, പിന്നെ ഏതൊക്കെയാണ്? ഷേർ, താവ. ഇത്രയും ഏതിൻ്റെയാണ്? നർമ്മദയുടെയാണ് കേട്ടോ. ബെഞ്ചാർ, ഹിരൺ, ഷേർ, താവ. ബെഞ്ചാർ, ഹിരൺ, ഷേർ, താവ മുതലായവ നർമ്മദയുടെ പോഷക നദികളാണ്. പിന്നെ സ്ഥിരമായിട്ട് വരുന്നതാണ് അനറും ഗിർണയും. ഗിർണ ഏതിൻ്റെയാണ്? താപ്തി നദിയുടെ പോഷക നദികളാണ്. അനറും ഗിർണയും താപ്തി നദിയുടെ പോഷക നദികളാണ്. അപ്പോൾ ഈ പോഷക നദികളും കൂടെ ഒന്ന് ഓർത്തിരിക്കേണ്ടത് SCERTയിൽ നിന്ന് എടുത്തതാണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇന്ത്യയുടെ ഉത്തരമഹാസമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത്? ഇന്ത്യയുടെ ഉത്തരമഹാസമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ലൂ ആണ് അല്ലേ? സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്, അതുകൊണ്ട് ഞാനിവിടെ അതിനെ എടുത്തത് കേട്ടോ. ലൂ. ഇന്ത്യയുടെ ഉത്തരമഹാസമുദ്രത്തിലെ മെയ് ജൂൺ മാസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ ആണ്. എങ്ങനെ നോക്കാം. എന്താണ് മാംഗോ ഷവർ? അത് വേനൽ മഴ അല്ലെങ്കിൽ എന്താണ് ഏപ്രിൽ മഴ എന്നിങ്ങനെ അറിയപ്പെടുന്നു കേട്ടോ. വേനൽ മഴ, ഏപ്രിൽ മഴ.
എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? മാംഗോ ഷവറാണ് കേട്ടോ. കേരളം കർണാടകയാണ് ഇത് എന്താണ് മാംഗോ ഷവർ ഉണ്ടാകുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കേരളവും കർണാടകയാണ് കേട്ടോ. വേനൽ മഴ അല്ലെങ്കിൽ എന്താണ് ഏപ്രിൽ മഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഒരു പ്രാദേശിക വാദം കൂടിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? കാറ്റും മഴയും ഉണ്ടാകും കേട്ടോ. പിന്നെ വരുന്നതാണ് കാൽബൈശാഖി. കാൽബൈശാഖി എന്താണ്? ഉഷ്ണകാലത്ത് വെസ്റ്റ് ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ കാറ്റും മഴയുമാണ് കാൽബൈശാഖി കേട്ടോ. എവിടേക്കാണ്? വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിൽ എന്താ അനുഭവപ്പെടുന്ന ഇടിയുണ്ടാവും, ഇടിയോട് കൂടിയ ശക്തമായ കാറ്റും മഴയുമാണ്. കാറ്റും മഴയും അതാണ് കാൽബൈശാഖി എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് നോർവെസ്റ്റർ? നോർവെസ്റ്റർ എന്താണ്? നോർവെസ്റ്റ് ഉഷ്ണകാലത്താണ്. ഉഷ്ണകാലത്ത് വൈകുന്നേരങ്ങളിൽ ബംഗാളിലും അസമിലുമാണ് കേട്ടോ. ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന എന്താണ് ഇടിയോട് കൂടിയ കാറ്റും മഴയുമാണ് നോർവെസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഉഷ്ണകാലത്ത് നമ്മുടെ വൈകുന്നേരങ്ങളിൽ എന്താണ് ഉണ്ടാകുന്ന ഇടിയോട് കൂടിയ കാറ്റും മഴയുമാണ് നോർവെസ്റ്റർ എന്ന് പറയുന്നത്. എവിടേക്കാണ്? ബംഗാളിലും അസമിലുമാണ് കേട്ടോ. നോർവെസ്റ്റർ ബംഗാളും അസമും ഓർത്തിരിക്കുക. ഇത് കാൽബൈശാഖി ലൂ ആണ് കേട്ടോ. ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. കാൽബൈശാഖി എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ കാറ്റും മഴയുമാണ് കാൽബൈശാഖി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏത്? ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? മുംബൈ ഹൈ ആണ് കേട്ടോ. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? അത് ദിഗ്ബോയി ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ദിഗ്ബോയി ആണ്. ഈ ദിഗ്ബോയി തന്നെ രണ്ട് രീതിയിൽ എന്താണ് ഈ മുംബൈ ഹൈയും ദിഗ്ബോയും തമ്മിൽ മാറിപ്പോകുന്ന രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. മുംബൈ ഹൈയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ ആണ്. എന്നാൽ ദിഗ്ബോയിയുടേത് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയെന്നാണ്? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ദിഗ്ബോയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? മുംബൈ ഹൈ ആണ്. മാറിപ്പോയത് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ദിഗ്ബോയിലാണ്. ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ദിഗ്ബോയി ആണ് കേട്ടോ. ഏറ്റവും പഴക്കം ഏറിയ എണ്ണപ്പാടവും ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തതും എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ദിഗ്ബോയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ ആണ്. ഇനി ദിഗ്ബോയി നമ്മൾ നേരത്തെ പറഞ്ഞു പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാലയും കൂടിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാലയും കൂടി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ദിഗ്ബോയി ആണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? അത് ജാംനഗറാണ് കേട്ടോ. ജാംനഗറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? അത് അങ്കിലേഷ് അവറിനെയാണ് കേട്ടോ. അങ്കിലേഷ് അവർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വന്ന ക്വസ്റ്റ്യൻ ആണ്. ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ചത് അങ്കിലേഷ് അവറിനെയാണ്. ഏതിനെയാണ്? അങ്കിലേഷ് അവർ. അപ്പോൾ ഈ ഭാഗമൊക്കെ അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ ആണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് ദിഗ്ബോയിലാണ്. ഏറ്റവും പഴക്കമേറിയതാണ്, ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാലയും ഇത് തന്നെയാണ്? ദിഗ്ബോയി ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ജാംനഗറാണ്. ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ചത് ഏതാണ്? അങ്കിലേഷ് അവറാണ്. ഈ സമൃദ്ധിനെ സംദ്രി എന്നാണ് വരുന്നത്. എന്താണെന്നറിയില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? സ്വദേശി ബാന്ധവ് സമിതി അശ്വിനി കുമാർ ദത്ത, സ്വദേശി മണ്ഡലി CR ദാസ്, ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് PC റേ, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി കൃഷ്ണകുമാർ മിത്ര. ഇതിലേതാണ് തെറ്റായ ജോഡി? ഓപ്ഷൻ ഡി ആണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരാണ്? VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴെന്നൊക്കെ അറിയപ്പെടുന്നു അല്ലേ. VO ചിദംബരം പിള്ളയാണ്. ഈ സ്വദേശി പ്രസ്ഥാന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സ്വദേശി ബാന്ധവ് സമിതിയാണ് കേട്ടോ. സ്വദേശി അശ്വിനി കുമാർ ദത്തയുടെ സ്വദേശി ബാന്ധവ് സമിതിയാണ്
ഈ സ്വദേശി പ്രസ്ഥാന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്വദേശി ബാന്ധവ സമിതി. ആരുടെയാണ്? അശ്വിനി കുമാർ ദത്തയുടെയാണ്. സ്വദേശി മണ്ഡലി ആരുടെയാണ്? CR ദാസ്. ബംഗാൾ കെമിക്കൽ സ്റ്റോഴ്സ് സ്വദേശി സ്റ്റോഴ്സ് PC റേ, പ്രഫുല്ല ചന്ദ്ര റേയാണ്. PC റേ, ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരുടെയാണ്? VO ചിദംബരം പിള്ളയുടെയാണ് കേട്ടോ. VO ചിദംബരം പിള്ള. വർഷം കൂടെ ഓർത്തിരിക്കണേ, 1906 ആണ് കേട്ടോ. 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിക്കുന്നത്. 1906. സ്വദേശി പ്രസ്ഥാനം വർഷം ആലോചിച്ചേ. സ്വദേശി പ്രസ്ഥാനം വർഷം എന്നാണ്? 1905 ഓഗസ്റ്റ് 7 ആണ് കേട്ടോ. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാന വർഷം. 1905. നമ്മുടെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമായിരുന്നു സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു പേരും കൂടെ ഓർത്തിരിക്കുക, വന്ദേ മാതരം പ്രസ്ഥാനമാണ് കേട്ടോ. വന്ദേ മാതരം പ്രസ്ഥാനം. വന്ദേ മാതരം പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? 1905 രൂപം കൊണ്ടിട്ടുള്ള സ്വദേശി പ്രസ്ഥാനമാണ് കേട്ടോ. ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ചോദിച്ചാൽ എന്തൊക്കെയാണ്? വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, അതുപോലെ തന്നെ സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക. വിദേശ വസ്തുക്കളെയൊക്കെ ബഹിഷ്കരിച്ചിട്ട് സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഓഗസ്റ്റ് 7 പറഞ്ഞല്ലോ. ഈ ഓഗസ്റ്റ് 7 2015 മുതൽ എന്തായിട്ട് ആചരിക്കുന്നുണ്ട്? ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ദേശീയ കൈത്തറി ദിനം അപ്പോൾ ഏതാണ്? ഓഗസ്റ്റ് 7 കേട്ടോ. ദേശീയ കൈത്തറി ദിനം 2015 മുതലാണ് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചാൽ ആരുടെ കാലത്താണ്? സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത് ആരുടെ കാലത്താണ്? കഴ്സൺ പ്രഭുവിൻ്റെയാണ് കേട്ടോ. കഴ്സൺ പ്രഭുവിൻ്റെ കാലത്താണ് സ്വദേശി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. കഴ്സൺ പ്രഭുവിൻ്റെ കാലത്താണ്. ഇനി ഇവിടെ ഒരു കൃഷ്ണകുമാർ മിത്രനെ കണ്ടോ? അതാരാണ്? കൃഷ്ണകുമാർ മിത്ര. ആദ്യമായിട്ട് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ പറഞ്ഞത് ആരാണ്? കൃഷ്ണകുമാർ മിത്രയാണ് കേട്ടോ. ആ ഒരു ആശയം കൊണ്ടുവന്നത് ആരാണ്? കൃഷ്ണകുമാർ മിത്രയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മാസികയുണ്ട്, സഞ്ജീവനി. സഞ്ജീവനി എന്നാണ് കേട്ടോ. സഞ്ജീവനി. സഞ്ജീവനി ആരുടെയാണ്? കൃഷ്ണകുമാർ മിത്രയുടെയാണ് കേട്ടോ. കൃഷ്ണകുമാർ മിത്രയുടെ മാസികയാണ് സഞ്ജീവനി എന്ന് പറയുന്നത് കേട്ടോ. ആദ്യമായിട്ട് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ പറഞ്ഞത് ആരാണ്? കൃഷ്ണകുമാർ മിത്രയാണ്. ഇനി സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെയും കൂടെ നമുക്കൊന്ന് നോക്കാം. പഞ്ചാബിൽ ആരായിരുന്നു? ലാല ലജ്പത് റായ് ആയിരുന്നു കേട്ടോ. പഞ്ചാബിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ലാല ലജ്പത് റായ് ആണ്. മദ്രാസിലോ? അത് VO ചിദംബരം പിള്ളയാണ് കേട്ടോ. VO ചിദംബരം പിള്ളയായിരുന്നു. ഡൽഹിയിലോ? സയ്യിദ് ഹൈദർ റാസയായിരുന്നു കേട്ടോ. സയ്യിദ് ഹൈദർ റാസയായിരുന്നു ഡൽഹിയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. മഹാരാഷ്ട്രയിലോ? ബാലഗംഗാധര തിലകനും. ബാലഗംഗാധര തിലകനും. പഞ്ചാബിൽ ആരായിരുന്നു? ലാല ലജ്പത് റായിയാണ് മുന്നോട്ട് കൊണ്ടുപോയത് സ്വദേശി പ്രസ്ഥാനത്തിനെ. മദ്രാസിലായിരുന്നെങ്കിൽ VO ചിദംബരം പിള്ള, ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസ, മഹാരാഷ്ട്രയിൽ ബാലഗംഗാധര തിലക്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ചോദിച്ചിട്ടുണ്ട്. ഇനി എന്നാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം? ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ്? 1905 ഒക്ടോബർ 16 കേട്ടോ. ഒക്ടോബർ 16 സ്വദേശി ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത്. 1905 ഒക്ടോബർ 16 കേട്ടോ. ഇത് നിലവിൽ വരുമ്പോൾ നമ്മുടെ വൈസ്രോയി ആരായിരുന്നു? ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? മിൻറ്റോ രണ്ടാമനാണ് കേട്ടോ. മിൻറ്റോ രണ്ടാമൻ പ്രഭുവായിരുന്നു വൈസ്രോയി എന്ന് പറയുന്നത് കേട്ടോ. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ. എന്നാൽ ബംഗാൾ വിഭജനം തുടങ്ങുമ്പോൾ ആരായിരുന്നു? കഴ്സൺ പ്രഭുവായിരുന്നു. കഴ്സൺ പ്രഭുവായിരുന്നു തുടങ്ങുമ്പോൾ. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? മിൻറ്റോ രണ്ടാമൻ പ്രഭുവാണ് കേട്ടോ. അവരുടെ നയമായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് കേട്ടോ. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആ ഒരു നയത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാതൃകയാണ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളാണ് എന്ന് പറയുന്നത് 1905 സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് 2-3 കോഴ്സുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2-3 കോഴ്സുകൾ നോക്കാനുണ്ട്. ഒന്നാമത്തത് ഹിന്ദു മുസ്ലിം ഐക്യത്തിനു മേൽ പതിച്ച ബോംബ് ഷെൽ. ഇതാരുടെ വാക്കുകളാണ്? ഹിന്ദു മുസ്ലിം ഐക്യത്തിനു മേൽ പതിച്ച ബോംബ് ഷെൽ അതാരാ പറഞ്ഞത്? സുരേന്ദ്രനാഥ ബാനർജിയുടെ വാക്കുകളാണ് കേട്ടോ. സുരേന്ദ്രനാഥ ബാനർജിയുടെ വാക്കുകളാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് മേൽ പതിച്ച ബോംബ് ഷെൽ എന്ന് സ്വദേശി പ്രസ്ഥാനത്തിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും.
നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇതും ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? റെസ്ലെ ആണ് കേട്ടോ. അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റെസ്ലെ ആണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. എങ്ങനെ? ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. അങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? റെസ്ലെ ആണ്. അതുപോലെ തന്നെ ഈ ബോംബ് ഷെല്ല് മറക്കരുത് കേട്ടോ. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽ പതിച്ച ബോംബ് ഷെല്ല് എന്ന് പറഞ്ഞത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. പിന്നീട് എന്തായി? 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. ആര്? ചോദിക്കാറുണ്ട്. ആര്? ഹർഡിഞ്ച് പ്രഭു കേട്ടോ. ഹർഡിഞ്ച് പ്രഭുവാണ് 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത്. ബംഗാൾ വിഭജനം ആരംഭിക്കുമ്പോൾ കഴ്സൺ പ്രഭു ആയിരുന്നു. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ മിൻറ്റോ രണ്ടാമനായിരുന്നു. ബംഗാൾ വിഭജനം നിർത്തിയത് ആരാണ്? പിൻവലിച്ചത് ആരാണ്? അത് ഹർഡിഞ്ച് പ്രഭുവാണ് കേട്ടോ. 1911 ഇമ്പോർട്ടൻ്റ് ഇയർ ആണ്. 1911 ബംഗാൾ വിഭജനം പിൻവലിക്കുന്നത്. എന്താണ് കാരണം? ബംഗാൾ വിഭജനം പിൻവലിക്കാനുണ്ടായ കാരണം എന്താണ്? അത് സ്വദേശി പ്രസ്ഥാനമായിരുന്നു കേട്ടോ. 1905 സ്വദേശി പ്രസ്ഥാനമായിരുന്നു ബംഗാൾ വിഭജനം പിൻവലിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് കൂടെയും പോയി അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ അവസര തുല്യത സവിശേഷതയായിട്ട് വരുന്ന പദ്ധതി ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ അവസര തുല്യത സവിശേഷതയായിട്ട് വരുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആണ്, കൈവല്യ എന്നുള്ളതാണ് കേട്ടോ. കൈവല്യാണ് അവസര തുല്യത സവിശേഷതയായിട്ട് വരുന്ന പദ്ധതി എന്ന് പറയുന്നത്. നമ്മുടെ SCERTയിൽ അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഭാഗം നോക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇനിയിപ്പോൾ ഇത് ചോദിക്കാൻ വഴിയില്ല, എന്നാലും നമുക്കിതൊന്ന് നോക്കി പോവാം. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ പദ്ധതി ഇതിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇതിൻ്റെ പരിഷ്കരിച്ച രൂപമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത് നോക്കാം. ലൈഫ് മിഷൻ. കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ ലക്ഷ്യം. ലൈഫ് കേട്ടോ. കേന്ദ്ര കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. വീട് നൽകുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? ലൈഫ് മിഷനിലെ എങ്ങനെയൊക്കെയാണ്? ഭൂരഹിത ഭവനരഹിതർക്കുണ്ട്, ഭവനം പൂർത്തിയാക്കാത്തവർക്കുണ്ട്, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കുണ്ട്. ഇത്രയും പേർക്കാണ്, ഇത്രയും കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഈ ലൈഫ് മിഷൻ എന്ത് ചെയ്യുന്നത്? യൂസ്ഫുൾ ആവുന്നത്. തീരമൈത്രി. എന്താണ് തീരമൈത്രി? മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. കേരളത്തിൽ ഉടനീളം നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണമാണ് ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ ആർക്കാണിത് കാര്യമായി? തീരമൈത്രി ആർക്കാണ്? മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നത്? തീരമൈത്രി എന്ന് പറയുന്നത്. അവരുടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണമാണ് തീരമൈത്രി എന്ന പദ്ധതിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. എടുത്തു നോക്കാം. കൈവല്യ. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണിത്. കൈവല്യ. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണ്? കൈവല്യ. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് കൈവല്യയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഇനി അടുത്താണ് വിദ്യാവാഹിനി. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതി ഏതാണ്? അത് വിദ്യാവാഹിനിയാണ്. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതി ഏതാണ്? വിദ്യാവാഹിനി. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്നതാണ് വിദ്യാവാഹിനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തിയിട്ട് കൊഴിഞ്ഞുപോക്ക് തടയുക എന്നതാണ് ഈ വിദ്യാവാഹിനി എന്ന പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ജനനി ജന്മരക്ഷ. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്ന് പറയുന്നത്. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കുമാണ് ജനനി ജന്മരക്ഷയിലൂടെ എന്ത് കിട്ടുന്നത്? ഗുണം കിട്ടുന്നത്. പ്രതിഭാതീരം എന്താണ്?
തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പ്രതിഭാ തീരമാണ് കേട്ടോ. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പ്രതിഭാ തീരം. ഗോത്രബന്ധു. എന്താണ് ഗോത്രബന്ധു? ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു എന്ന് പറയുന്നത് കേട്ടോ. അവരുടെ അതേ അവരുടെ അതേ വിഭാഗത്തിൽ നിന്ന് എന്താണ് അധ്യാപകരെ, അതായത് ഗോത്രഭാഷയിലും മലയാളത്തിലും നല്ല പരിജ്ഞാനമുള്ള അധ്യാപകരെ, യോഗ്യരായിട്ടുള്ള ഗോത്രവിഭാഗക്കാരെ അധ്യാപകരാക്കിയിട്ട് പ്രൈമറി സ്കൂളുകളിൽ നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഗോത്രബന്ധുവാണ്. ഇതൊക്കെ SCERTയിൽ കിടക്കുന്ന ഫാക്റ്റുകളാണ് കേട്ടോ. പരമാവധി എഴുതിയെടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാണപ്പെടുന്ന നക്ഷത്രം ഏത്? ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാണപ്പെടുന്ന നക്ഷത്രം ഏതാണ്? ഓപ്ഷൻ ബി കശ്യപി ആണ് കേട്ടോ. കശ്യപി. വേട്ടക്കാരനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? വേട്ടക്കാരനാണ്. വേട്ടക്കാരൻ്റെ വാളും തലയും ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്ക് മുകളിൽ കാണാം. ഇതിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണ്? തിരുവാതിരയാണ്. അപ്പോൾ വേട്ടക്കാരൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? തിരുവാതിരയാണ്. തിരുവാതിര. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ എന്ത് കാണപ്പെടുന്നു? സന്ധ്യാസമയത്ത് കശ്യപീനെ കാണാം. കാശ്യപിയാണ് കേട്ടോ. കശ്യപി അല്ല, കാശ്യപി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാശ്യപി. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കുമാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവ ക്രമമായി യോജിപ്പിച്ചപ്പോൾ എന്ത് രൂപമാണ് ലഭിച്ചത്? ഇവിടെ തേളിൻ്റെ രൂപമാണല്ലേ കാണുന്നത്. ആകാശത്തെ ഈ കൂറ്റൻ തേൾ രൂപത്തിൻ്റെ പേരെന്താണ്? വൃശ്ചികം എന്നാണ് കേട്ടോ. ആകാശത്തെ ഈ വലിയൊരു തേളിൻ്റെ രൂപത്തിന് പറയുന്നത് എന്താണ്? വൃശ്ചികം എന്നാണ് കേട്ടോ. വൃശ്ചികം. വൃശ്ചികം എന്നതൊരു മലയാള മാസത്തിൻ്റെ കൂടി പേരാണല്ലോ. അതുപോലെ 12 മലയാള മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്ര കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്. വൃശ്ചികം ഓർത്തിരിക്കുക കേട്ടോ. SCERTയിലാണ് കിടന്നതുകൊണ്ട്. അമേരിക്കയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് അതേ സെക്കൻഡിൽ കേൾക്കാനാകും. എന്നാൽ നാം കാണുന്ന നക്ഷത്രങ്ങളിൽ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ആൽഫ സെൻറ്റോറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഫോൺ ചെയ്താൽ ആ ശബ്ദം ഭൂമിയിലെത്താൻ 4 വർഷത്തിലധികം വേണ്ടിവരുമെന്നാണ് പറയുന്നത്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നക്ഷത്രം ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നക്ഷത്രം ഏതാണ്? ആൽഫ സെൻറ്റോറിയാണ് കേട്ടോ. ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ആൽഫ സെൻറ്റോറിയാണ് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നക്ഷത്രം ഏതാണ്? ആൽഫ സെൻറ്റോറി. ആൽഫ സെൻറ്റോറി. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളോടെ നോക്കാനുണ്ട്. നീലഗ്രഹം, ജലഗ്രഹം ഏതാണ്? നീലഗ്രഹം അല്ലെങ്കിൽ ജലഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? ഭൂമിയാണ് അല്ലേ. നീലഗ്രഹം, ജലഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? ഭൂമിയാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതോ? ചുവന്ന ഗ്രഹം ചായയിൽ തന്നെ ഉണ്ട് അല്ലേ. ചൊവ്വ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചൊവ്വ. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് അല്ലേ. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. വ്യാഴത്തിൻ്റെ ഗാനിമീഡാണ് ഏറ്റവും വലിയ ഉപഗ്രഹമായിട്ട് പറയുന്നത് കേട്ടോ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായിട്ടുള്ള ഗാനിമീഡാണ് ഏറ്റവും വലിയ ഉപഗ്രഹം. വ്യാഴം തന്നെ ഏറ്റവും വലിയ ഗ്രഹമാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായിട്ടുള്ള ഗാനിമീഡാണ് ഏറ്റവും വലിയ ഉപഗ്രഹം. ഇനി വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? വലയങ്ങളുള്ള ഗ്രഹം ശനിയാണ്. വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ്? ഏറ്റവും തണുപ്പുള്ള ഗ്രഹം അത് യുറാനസ് ആണ്. നിങ്ങൾക്ക് കിട്ടണം കേട്ടോ ഞാൻ ചോദിക്കുമ്പോൾ. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. അതുപോലെ തന്നെ യുറാനസ് വേറെ ഏതൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെന്ന് അറിയോ? ഉരുളുന്ന ഗ്രഹം അല്ലെങ്കിൽ പച്ചഗ്രഹം. ഉരുളുന്ന ഗ്രഹം അല്ലെങ്കിൽ പച്ചഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം അല്ലെങ്കിൽ പച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? യുറാനസ് ആണ്. ഇനി അതുപോലെ തന്നെ ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ആദ്യത്തെ ഗ്രഹം ഏതാണ്? ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ആദ്യ ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്.
പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട അതിഗ്രഹം യുറാനസ്, അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഏതാണ്? ഈ പേരുകൾ വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ് അല്ലേ? നെപ്റ്റ്യൂൺ ആണ് ഈ പേരിൽ വലയങ്ങളുള്ള ഗ്രഹം കേട്ടോ. വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്നത് എന്താണ്? വാതക ഭീമന്മാർ, വാതക ഭീമന്മാർ ഏതാണ്? അത് ബാഹ്യഗ്രഹങ്ങളാണ്. ബാഹ്യഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ബാഹ്യഗ്രഹങ്ങൾ? വ്യാഴം, പിന്നെ ഏതാ? യുറാനസ്, പിന്നെ ഏതാണ്? ശനി, നെപ്റ്റ്യൂൺ. ഇത്രയുമാണ് ബാഹ്യഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അവ എന്തും കൂടെ പറയുന്നുണ്ട്, വാതക ഭീമന്മാർ എന്ന പേരിലും അറിയപ്പെടുന്നത് എന്തൊക്കെ തന്നെയാണ്? ബാഹ്യഗ്രഹങ്ങളാണ്. വ്യാഴം, യുറാനസ്, ശനി, നെപ്റ്റ്യൂണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പോൾ പറഞ്ഞ ഈ SCERT-ലുള്ള കാര്യങ്ങളൊന്നും വിട്ടുപോകരുതേ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടവുമായി ബന്ധമില്ലാത്തത് ഏത്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഭക്ഷ്യസ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കൂടി. എന്താണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടവുമായി ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കൂടുകയല്ല, കുറയുകയാണ് ചെയ്തത്, കുറഞ്ഞു. SCERT-ൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹരിത വിപ്ലവത്തെക്കുറിച്ച്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം ഇത്രയും ഉപയോഗിച്ചിട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ഹരിത വിപ്ലവം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം ഇത്രയുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ആ പദ്ധതിനെ എന്ത് പറയുന്നു? ഹരിത വിപ്ലവം എന്ന് പറയുന്നു. ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപ്പാദനത്തിലാണ്. അതുകൊണ്ട് എന്തിനറിയപ്പെടുന്നു? ഗോതമ്പ് വിപ്ലവമെന്നും ഹരിത വിപ്ലവത്തിനെ അറിയപ്പെടുന്നു. ഇനി ഡോക്ടർ MS സ്വാമിനാഥൻ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഡോക്ടർ MS സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7-ന് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇതൊന്നും വിട്ടുപോകരുത് കേട്ടോ. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് 1925 ഓഗസ്റ്റ് 7-ന് MS സ്വാമിനാഥൻ ജനിക്കുന്നത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചു. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ ഇ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി. തൽഫലമായി ഉൽപ്പാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. എന്നാണ് അന്തരിക്കുന്നത് 2023 സെപ്റ്റംബർ 28-നാണ് അദ്ദേഹം ചെന്നൈയിൽ അന്തരിക്കുന്നത് കേട്ടോ. ജനിച്ചത് 1925 ഓഗസ്റ്റ് 7, അന്തരിക്കുന്നത് 1923 സെപ്റ്റംബർ 28. പത്മഭൂഷൺ, പത്മശ്രീ, ഭാരതരത്നം എന്നീ പുരസ്കാരങ്ങൾ കൂടെ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ നോക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്, ഭക്ഷ്യസ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു. ഇത്രയുമാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളായിട്ട് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണേ. ഇനി എന്തൊക്കെയായിരുന്നു പരിമിതികൾ? ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. ഇതാണ് പരിമിതികളായിട്ട് പറയുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ മറക്കരുത്. എന്തൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്, ഭക്ഷ്യസ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ പോക്സോ 2012 ആക്ടുമായി ബന്ധമില്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. പോക്സോ നിയമപ്രകാരം 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെയാണ് കുട്ടികളായി പരിഗണിച്ചിരിക്കുന്നത്. പോക്സോ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14-നാണ്. ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് 13-ാം വകുപ്പാണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ്. ഇതിൽ ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി
13-ാം വകുപ്പല്ല, 12-ാം വകുപ്പാണ് കേട്ടോ. ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് ഏതാണ്? 12-ാം വകുപ്പാണ് കേട്ടോ. ഏതാണ്? 12-ാം വകുപ്പാണ് ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇത് ശരിയായതെന്ന് നോക്കാം. പോക്സോ നിയമപ്രകാരം 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെയാണ് കുട്ടിയായിട്ട് പരിഗണിച്ചിരിക്കുന്നത്. ഇതിലെന്താണ്? ആൺ പെൺ വ്യത്യാസമില്ല കേട്ടോ. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും 18 വയസ്സിൽ താഴെയുള്ളത് എന്താണ്? കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. പോക്സോ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14-നാണ്. 2012 നവംബർ 14-നാണ് പോക്സോ നിയമം നിലവിൽ വന്നത്. ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് 12-ാം വകുപ്പാണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ്. ഓർത്തിരിക്കണേ, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അറിഞ്ഞിരിക്കാൻ നമുക്ക് കുറച്ച് വർഷങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. നമ്മുടെ ഈ പോക്സോ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? 2012 ജൂൺ 19-നാണ് കേട്ടോ. ജൂൺ 19-നാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത്. നിലവിൽ വന്നത് പറഞ്ഞല്ലോ 2012 നവംബർ 14. അപ്പോൾ എന്നാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്? 2012 ജൂൺ 19-നാണ്. ശേഷം 2012 നവംബർ 14-ന് പോക്സോ നിയമം നിലവിൽ വന്നു. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഡയൽ ചോദിക്കാം കേട്ടോ. ഈ ലൈംഗിക അതിക്രമണ കേസുകൾ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്? അത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിലോ ആണ് കേട്ടോ. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ അല്ലെങ്കിൽ എന്താണ് ലോക്കൽ പോലീസിലോ ആണ് അറിയിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു കുട്ടി മരിച്ചതിലെ മനുഷ്യനാണ് അവനൊക്കെ. ആലോചിക്കാൻ വയ്യ. ഒരു 1.5 വയസ്സുള്ളൊരു കുട്ടി, നെടുമങ്ങാടാണ് തോന്നുന്നു. ആ കുട്ടി ഒന്ന് ആലോചിച്ചതൊന്നും, ആ കുട്ടി അനുഭവിച്ചതൊന്നും ആലോചിക്കാനേ വയ്യ. ആ കുട്ടിക്കേ അറിയുന്നുണ്ടാവില്ല എന്തിനാണ് അവനങ്ങനെ ഉപദ്രവിക്കണത് എന്ന്. അപ്പോൾ അവ എത്ര 2 കൈയും ഒടിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും. എന്തെല്ലാം തരം മനുഷ്യരാ ലോകത്ത്. ഒരുപാട് പേര് കഷ്ടപ്പെടണം, ഒരുപാട് പേര് ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ കാട്ടി ജീവിക്കണം. അയ്യോ വയ്യ. ഇനി ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ലൈംഗികാതിക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് വകുപ്പ് പ്രകാരമാണെന്ന് അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണേ. 19-ാം വകുപ്പ് പ്രകാരമാണ് കേട്ടോ. പോക്സോ നിയമപ്രകാരം ലൈംഗികാതിക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വകുപ്പ് 19 പ്രകാരമാണ് കേട്ടോ. വകുപ്പ് 19 പ്രകാരമാണ്. എഴുതി വെക്കണേ. ഇനി 2019 ഇത് ഭേദഗതി ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണേ. ഭേദഗതി ചെയ്തപ്പോൾ ഈ നിയമം, നമ്മുടെ പോക്സോ നിയമം 2019-ലാണ് ഭേദഗതി ചെയ്തത് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് രാജ്യസഭ പാസ്സാക്കിയ വർഷം നമ്മൾ ഓർത്തിരിക്കണേ. എന്നാണ്? രാജ്യസഭ 2019 ജൂലൈ 24-നാണ് കേട്ടോ. 2019 ജൂലൈ 24-നാണ്. ലോകസഭയാണെങ്കിലോ ഓഗസ്റ്റ് 1-നാണ് കേട്ടോ. 2019 ഓഗസ്റ്റ് 1-നാണ് പാസ്സാക്കുന്നത് കേട്ടോ. ഇനി പ്രസിഡൻറ്റിൻ്റെ ഒപ്പ് കിട്ടിയത് 2019 ഓഗസ്റ്റ് 5-നാണ്. ഓഗസ്റ്റ് 5-ന് പ്രസിഡൻറ്റ് ഒപ്പുവെച്ചു. നിയമം നിലവിൽ വന്നത് എന്താണ്? ഇമ്പോർട്ടൻ്റ്. 2019 ഓഗസ്റ്റ് 6. 2019 ഓഗസ്റ്റ് 6-ന് ഈ നിയമം നിലവിൽ വന്നു. രാജ്യസഭ അംഗീകരിച്ചത് എന്നാണ്? രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 24-നാണ്. ലോകസഭ അംഗീകരിക്കുന്നത് 2019 ഓഗസ്റ്റ് 1-നാണ്. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് എന്നാണ്? 2019 ഓഗസ്റ്റ് 5-നാണ്. ശേഷം ഓഗസ്റ്റ് 6-ന് ഇത് നിയമം നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പോക്സോ ആയിട്ട് ഇവിടെ അറിഞ്ഞിരിക്കുക കേട്ടോ. പോക്സോ ഇപ്പോൾ അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കയറി വരുന്നൊരു ടോപ്പിക്കാണ് പോക്സോ എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഓപ്ഷൻ ബി ഇരുമ്പുരുക്ക് വ്യവസായമാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. എന്ന് ചോദിക്കട്ടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായം ഏതാണ്? അതേതാണ്? പരുത്തി വ്യവസായമാണ് അല്ലേ. ധാതു അധിഷ്ഠിതമാണെങ്കിൽ ഇരുമ്പുരുക്ക് വ്യവസായം, കാർഷിക അധിഷ്ഠിതമാണെങ്കിൽ എന്താണ്? പരുത്തി വ്യവസായമാണ്. നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? പോർട്ടോ നോവയിലാണ് കേട്ടോ. പോർട്ടോ നോവയിലാണ് ആദ്യമായിട്ട് എന്താരംഭിക്കുന്നത്? ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിക്കുന്നത്. 1830-ലാണ് കേട്ടോ. 1830 പോർട്ടോ നോവയിലാണ് ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്?
സെയിലാണ് അല്ലേ, സെയിൽ. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലേ, സെയിലാണ്. ഈ സെയിലിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ചോദിക്കാറുണ്ട് കേട്ടോ കറണ്ട് അഫെയർ ആയിട്ട്. അശോക് കുമാർ പാണ്ഡെയാണ് കേട്ടോ. അശോക് കുമാർ പാണ്ഡെയാണ് നമ്മുടെ നിലവിലെ സെയിലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ. അശോക് കുമാർ പാണ്ഡ നിലവിലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കറണ്ട് അഫെയർ ആണ് ഇത്. ഈ സെയിലിൻ്റെ ചെയർമാനിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അശോക് കുമാർ പാണ്ഡെയാണ് സെയിലിൻ്റെ ചെയർമാനായിട്ട്. ഇങ്ങനെ ഇപ്പോൾ നോക്കുമ്പോഴൊക്കെ കാണിക്കുന്നത് ഇത് തന്നെയാണ് ചെയർമാനായിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒന്നും കൂടെ അറിഞ്ഞിരിക്കുക, ആദ്യത്തെ വനിതാ ചെയർമാൻ, സെയിലിൻ്റെ ആദ്യത്തെ വനിതാ ചെയർമാനായത് ആരാണെന്ന്. സോമ മണ്ടേലാണ് കേട്ടോ. സോമ മോണ്ടാലാണ് ആദ്യത്തെ നമ്മുടെ സെയിലിൻ്റെ ചെയർമാൻ ആകുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. നിലവിൽ അശോക് കുമാർ പാണ്ഡെയാണ്. ആദ്യത്തെ വനിത ചോദിച്ചാൽ അത് സോമ മോണ്ടേലാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല അത് ബൊക്കാറോ ആണ് കേട്ടോ. ബൊക്കാറോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ബൊക്കാറോ ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ചോദിച്ചാൽ ഏതാണ്? വിശ്വേശ്വരയ്യയാണ് കേട്ടോ. വിശ്വേശ്വരയ്യയാണ് ഇരുമ്പുരുക്ക് ശാലയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ബൊക്കാറോ ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ചോദിച്ചാൽ ഏതാണ്? വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയാണ് കേട്ടോ. പിന്നെ ഇവിടെ ചോദിക്കുന്നതാണ് നമ്മൾ രാജ്യങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായശാല ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഓരോ ഇരുമ്പുരുക്ക് വ്യവസായശാലകളും ഹെൽപ്പ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളും. റൂർക്കേല വർഷം ഓർത്തിരിക്കണം, 1959 കേട്ടോ. ഏത് രാജ്യമാണ് ഹെൽപ്പ് ചെയ്തത്? ജർമ്മൻ സഹായത്തോടെ നിലവിൽ വന്നതാണ് കേട്ടോ. ജർമ്മൻ സഹായത്തോടെ നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാല ഏതാണ്? റൂർക്കേലയാണ് കേട്ടോ. ജർമ്മൻ റൂർക്കേല കേട്ടോ, 1959. ഇനി ബിലായി ബൊക്കാറോയോ? ബിലായി ബൊക്ക ഏതാണ്? ഇതിൽ ബിലായി വന്നത് 1959 തന്നെയാണ്. ബൊക്കാറോ വന്നത് 1964 കേട്ടോ. വർഷം ഓർത്തിരിക്കുക. ഏതാണ്? റഷ്യയുടെ സഹായത്തോടെ നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാലകളാണ് കേട്ടോ ബിലായിയും ബൊക്കാറോയും. ബിലായി എന്നാണ് 1959, ബൊക്കാറോ 1964 കേട്ടോ. ഇനി ബ്രിട്ടൻ്റെ സഹായത്തോടെ നിലവിൽ വന്നത് ഏതാണ്? ബ്രിട്ടൻ്റെ സഹായത്തോടെ ദുർഗാപൂരാണ് കേട്ടോ. ദുർഗാപൂർ. വർഷം ഓർത്തിരിക്കുക, 1962. ഇത് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ബ്രിട്ടൻ്റെ സഹായത്തോടെ ദുർഗാപൂർ 1962. ജർമ്മൻ്റെ സഹായത്തോടെ വന്നത് ഏതാണ്? റൂർക്കേലയാണ്, 1959. റഷ്യയുടെ സഹായത്തോടെയാണെങ്കിൽ ബിലായിയും ബൊക്കാറോ ആണ്. ബിലായി എന്നാണ് വന്നത് 1959 തന്നെയാണ്. ബൊക്കാറോ 1964. ബ്രിട്ടൻ്റെ സഹായത്തോടെ നിലവിൽ വന്നത് ഏതാണ്? ദുർഗാപൂരാണ്. വർഷം 1962. ഇനി ഏതാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ്? സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? അത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് കേട്ടോ. ടിസ്കോയാണ് കേട്ടോ. ടിസ്കോ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ആണ് ടിസ്കോ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ. ഇനി പെട്രോ കെമിക്കൽ വ്യവസായം. ഇന്ത്യയിൽ പെട്രോ കെമിക്കൽ വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് മുംബൈ ആണ് കേട്ടോ. മുംബൈയാണ് ഇന്ത്യയിലെ പെട്രോ കെമിക്കൽ വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് മുംബൈയാണ്. ഓർത്തിരിക്കുക. ഇവിടെ ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തുണി വ്യവസായം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി തുണി വ്യവസായം ആരംഭിച്ചത് എവിടെയാണ്? ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് കേട്ടോ. ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. വർഷം കൂടെ ഓർത്തിരിക്കുക, 1818. ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. ഗ്ലോസ്റ്റർന്നും കാണാറുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് തുണി വ്യവസായം ആരംഭിക്കുന്നത് കേട്ടോ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? അത് മുംബൈ തന്നെയാണ് കേട്ടോ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈയാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നും അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? മുംബൈയാണ്. ഇത് രണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? മുംബൈയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തുണി വ്യവസായം ആരംഭിച്ചത് എവിടെയാണ്? അത് ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്.
അപ്പോൾ ഇന്നങ്ങനെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു, അതിൻ്റെ അനുബന്ധ വിവരങ്ങളും എടുത്തു കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ എല്ലാം പല പല മേഖലയിൽ നിന്ന് എടുത്തുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖല വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലാണ്ട് പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് സമയം കളയരുത്. ഇപ്പോൾ ഇതിൻ്റെ ഈ ചൂടോട് അങ്ങനെ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലാസ് ഇതും കൂടി ആകുമ്പോൾ കുറച്ചൊന്ന് തലയിൽ കയറാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റൊക്കെ വായിക്കുമ്പോൾ 2 പ്രാവശ്യം വായിക്കുമ്പോൾ അത് അവിടെ കേട്ടതാണെന്നെങ്കിലും ഓർമ്മ വരും. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു.